ഹലോ, അപ്പോൾ ഇതേ ഇന്ന് ഞാനുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ അധികം ആരും അറിയപ്പെടാത്തൊരു കിടക്കാച്ച സ്ഥലമുണ്ട്. എവിടെയെന്ന് അറിയണ്ടേ? ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കിഴക്ക് ഭാഗം ആയ വെള്ളാരിപ്പാടം എന്ന സ്ഥലം. ഇവിടെ എന്താണ് കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇല്ലിക്കാടുകളാണ്. മുളക്കാടെന്നൊക്കെ കേട്ടില്ലേ, അതുപോലത്തെ ഒരു ഇല്ലിക്കാടാണ് നമുക്ക് കാണാനുള്ളത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കാണാം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ട് കേട്ടോ, നമ്മുടെ രഞ്ജിത്ത് ചേട്ടൻ. അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് എത്താൻ മുപ്ലിയം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. നമുക്ക് രണ്ട് മോഡിൽ വരാം. വരന്തരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഇങ്ങോട്ട് വരാം. തൃശ്ശൂരിൽ നിന്ന് ഇഷ്ടം പോലെ ബസ്സുകളുണ്ട്. 10 മിനിറ്റ് കൂടുമ്പോൾ ബസ്സുകളുണ്ട് നമുക്ക്. ബസ്സുകളുണ്ട്, യെസ്. അതുകൂടാതെ നമുക്ക് മുപ്ലിയം എന്ന സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ബസ്സുകൾ തന്നെ ഉണ്ട്. ആ സെൻറ്ററിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഒരു ഓട്ടോ വിളിച്ച് സുഖമായി വന്നിറങ്ങി നിങ്ങൾക്ക് ഫുൾ ഫാമിലിയുമായി വന്ന് സുഖമായി ഇരുന്ന് ഒരു ദിവസത്തെ മുഴുവൻ പിക്നിക്കും കൊണ്ടാടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. ഇത് അൺലിമിറ്റഡ് പ്രദേശമാണ്. മുൻകാലത്ത് ഗവൺമെൻറ് ബിർളയുമായി ടൈപ്പ് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ നമ്മുടെ പേപ്പർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയത്. ഇവിടെ ഈ കാണുന്ന പട്ടളങ്കാട് എന്ന് പറയുന്നത് നമ്മളിതിനെ നോർമൽ ലോക്കൽ ഭാഷയിൽ പട്ടളങ്കാട് എന്നാണ് പറയുക. ഇത് ചെറിയ മുളകളാണ്. ഇത് നമുക്ക് പേപ്പർ ബിൽഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഈ ഒരു മോഡിൽ നമുക്ക് ഇവിടെ വന്ന് നമ്മുടെ കുട്ടികളുമായി റിയൽ നാച്ചുറൽ ബ്യൂട്ടി എന്താണെന്ന് കാണിക്കാനും, കാരണം ഇന്നത്തെ കുട്ടികൾക്കൊന്നും റിയൽ നാച്ചുറൽ ബ്യൂട്ടി അറിയില്ല. അപ്പോൾ നമുക്ക് അവരിലേക്ക് പ്രകൃതി എന്താണ്, പ്രകൃതിയുടെ റിയൽ ബ്യൂട്ടി കാണിക്കാനും മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണത്. കാരണം റിയൽ ഫ്രഷ് എയർ ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇത്രയും നല്ലൊരു വൈബ് നമുക്ക് വേറെ എവിടെ കിട്ടും, നിങ്ങൾ ആലോചിച്ചാൽ മതി. സോ ഈ ഒരു മോഡിൽ നമ്മുടെ തൃശ്ശൂർ പോലെയുള്ള ഈ കൊച്ചു സ്ഥലത്ത് ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർബ് നാച്ചുറൽ ബ്യൂട്ടി സീനാണ് ഇത്. ഏക്കർ കണക്കിന് സ്ഥലമാണ്. ഒരുപാട് വലിയ പാറക്കെട്ടുകളും കുന്നുംപുറങ്ങളും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാലുണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ ആളുകൾക്ക് വേണമെങ്കിൽ ട്രക്കിങ്ങിന് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്ഥലം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു, നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഈ ബാക്ക് സ്പേസ് കാണുമ്പോൾ അതെ ഒരുപാട് ബ്യൂട്ടി ഉണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ബേസിക് ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്ഥലത്തിലേക്ക് ഇപ്പോൾ നമ്മുടെ ഷബീർ നിങ്ങളെന്നെ എത്തിച്ചത് തന്നെ എനിക്ക് പറയുകയാണെന്ന് ഷബീറിനോട് ഞാൻ വലിയൊരു താങ്ക്സ് പറയുന്നു. കാരണം ഇത്തരം സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യപ്പെടണം. കാരണം നമ്മുടെ തൃശ്ശൂരുകാർക്കൊക്കെ ഇത്രയും എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങളും ബൈക്കേഴ്സിനൊക്കെ വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് വന്ന് ഇവിടെ ചെറിയ തോതിലൊക്കെ ഒരു ബൈക്ക് സ്റ്റണ്ടൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ ആ ഒരു മോഡിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഫോറസ്റ്റ് ഏരിയ ആണ്, പക്ഷേ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വന്ന് ഇഷ്ടമുള്ള സമയത്ത് തിരിച്ചു പോകാം. മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ ആരുടെയും അനുവാദമൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ റേഞ്ച് വരുന്നത് വരന്തരപ്പള്ളിയാണ്. സോ അത്തരത്തിലുള്ളിൽ കയറി പോകുന്നതുകൊണ്ട് ഇവിടെ ഇഷ്യൂസ് ഇല്ല. അപ്പോൾ ഒരുപാട് നല്ല നല്ല കുന്നിൻ പുറങ്ങളും എന്താ പറയുക പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളും നിങ്ങൾക്ക് ഇവിടെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് കാട് പിടിച്ച ഏരിയ ആണല്ലേ ഫുള്ള്. ഈ ഒരു നമ്മുടെ ഈ ചെറിയ മുളകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് നാച്ചുറലി വന്നിട്ടുള്ളതല്ല. ഇത് ഈ പ്രൊജക്റ്റിന് വേണ്ടി പണ്ട് കാലത്ത് പേപ്പർ മില്ലിൻ്റെ പ്രൊജക്റ്റിന് വേണ്ടി സർക്കാരും ഈ പറയുന്ന ബിർള ഗ്രൂപ്പുമായി ടൈപ്പ് ചെയ്തിട്ട് അന്ന് തൊഴിലാളികൾ നട്ടുപിടിപ്പിച്ചിട്ട് അങ്ങനെ ക്രിയേറ്റ് ആയിട്ടുള്ള സ്ഥലമാണത്. ബട്ട് ഇതൊന്നൊരു നാച്ചുറൽ ബ്യൂട്ടിയായി മാറി. എന്തുകൊണ്ടോ പേപ്പർ മില്ല് വന്നില്ല, അതുകൊണ്ട് ഇതൊരു പ്രകൃതി രമണീയമായ ഒരു സുന്ദരമായ സ്ഥലമായിട്ട് മാറി. സോ ഇതൊരു ദൈവത്തിന്റെ അനുഗ്രഹം, ഇൻഷാ അല്ലാഹ് അങ്ങനെ പറയാൻ. അതുപോലെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് അപ്പുറത്തേക്ക് പോയാൽ കുറച്ച് ഈ പറഞ്ഞാൽ നല്ല ആളുകൾ ജനസാന്ദ്രമായ സ്ഥലങ്ങളുണ്ട്. ഈ ഇടയിലുള്ള കുറച്ച് സ്ഥലം ഇത് അങ്ങോട്ട് മുകളിലോട്ട് കുന്നുപോലെ ഉണ്ട് പ്രിപ്പയർഡ് ആക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് വലിയ തരത്തിലുള്ള പാറക്കെട്ടുകളുണ്ട്. നമുക്ക് ശരിക്കും കുട്ടികൾക്കൊക്കെ എന്താ പറയാ പഴയ കാലത്ത് നമ്മുടെ ഒളിച്ചുകളി കളിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ്. ശരിക്കും ഫാമിലി ആയിട്ടൊക്കെ ഒരു തവണ വരണം വിളിക്കും. അതെ, കുട്ടികളുമായിട്ട് രാവിലെയും വൈകിയും നമ്മൾ ഒരു ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയുക പായൊക്കെ കൂടുന്ന് വേണ്ട ഭക്ഷണമൊക്കെ പിടിച്ച് ഇവിടെ വന്ന് നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോകാവുന്ന സ്ഥലമാണ് ആക്ച്വലി. അതേ പറഞ്ഞാൽ കൊണ്ടുവന്ന ആ വേസ്റ്റ് തിരിച്ച് കൊണ്ടുപോകാനുള്ള മനസ്സും കൂടി നമ്മുടെ ടീമുകൾ കാണിക്കണം. അതാണ് പൊതുവേ നമ്മുടെ മലയാളികൾക്ക് ഒരു പൊതുവേ ഉള്ളൊരു കുറവാണല്ലോ. ആ ഒരു കാര്യം മലയാളികൾ പൊതുവേ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഇതൊക്കെ ഫോറസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്ന അവരുടെ ചില മാർക്കിങ്സിനൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. പകലൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു വേറെ വൈബാണ്. ഒരുപാട് കിളികളുടെ സൗണ്ട് ഒക്കെ ആയിട്ട് ശരിക്കും മെഡിറ്റേഷന് പറ്റിയ റിയൽ സ്ഥലം. റിയലി ഒരു ഹാഫ് ആൻ അവർ ഒക്കെ മെഡിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ ഒരു ബുദ്ധിമുട്ടില്ല. വളരെ സുഖമായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ ഒരു ജനറേഷന് ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഏറ്റവും നല്ല വൈബ് സ്ഥലം. റൊമാൻറ്റിക് ആയിട്ട് അവർക്ക് എന്താ പറയുക ഇതാക്കാനുള്ള സ്ഥലമാണത്. മൊയൽ അങ്ങനത്തെ സംഭവങ്ങളേ ഉള്ളൂ. പിന്നെ കുറുക്കൻ അങ്ങനത്തെ ചെറുകിട ഐറ്റംസ് മാത്രമേ ഇവിടെ ഉള്ളൂ. മറ്റ് വലിയ തരത്തിലുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. പിന്നെ അങ്ങനെ ആന അത്തരം ശല്യങ്ങളും ഇല്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ തന്നെ
ഫോറസ്റ്റ് ഓഫീസറുടെ സമ്മതത്തോടു കൂടി തന്നെ ഇവിടെ ഇഷ്ടംപോലെ വീടുകൾ ഉള്ളിലുണ്ട്, പല സ്ഥലങ്ങളിലായിട്ടുണ്ട് വീടുകൾ. ഭൂരിഭാഗം ആളുകളും കർഷകരാണ്, സാധാരണക്കാരാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ തന്നെ മറ്റു വലിയ റോഡുകളിലേക്ക് എത്താനുള്ള ഓപ്ഷൻസും നടവഴികളിലൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പാമ്പിൻ്റെ ശല്യം കൂടുതലാണല്ലോ അല്ലേ? അതായത് നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ പാമ്പുകളുണ്ട്. നല്ല വിഷമുള്ള രാജവമ്പാല വരെ നമുക്ക് വേണമെങ്കിൽ കാണാൻ സാധിക്കും. ഭാഗ്യമുള്ളവരൊക്കെ കാണാൻ പറ്റും. ഈ പറയുന്ന പോലെ നമ്മൾ പാമ്പിനെ ഒരു കൊല്ലപ്പെടേണ്ട ജീവിയായിട്ട് കാണുമ്പോൾ അവർക്ക് താമസിക്കാൻ സ്ഥലമില്ലാതെ വരുമ്പോൾ അവർ ഒതുങ്ങി പോകണമെന്നാണ് ഇവിടെ ആക്ച്വലി. അപ്പോൾ നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ നോർമലി അവർ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല. അറിയാതെ നമ്മൾ അവരെയൊക്കെ ചവിട്ടുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ നടക്കുന്ന സമയത്ത് നമ്മളൊന്ന് ചെറുതായിട്ട് താഴത്തേക്ക് നോക്കി നടന്നാൽ വളരെ ബെറ്റർ ആയിരിക്കും. അതാണ് ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയൊരു ഉപദേശം നടന്നത്. പിന്നെ തണുപ്പ് കാലങ്ങളിലും മഴക്കാലങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഒരു വേറെ വൈബാണ്. വേറെ വൈബ് വെച്ചാൽ എൻറ്റയർലി വേറെ വൈബാണ്. കാരണം ഇതൊക്കെ മൊത്തം പച്ചപ്പ് വരുന്നു. ഇവിടെ കുറെ സ്ഥലങ്ങൾ ഉണങ്ങിയ സ്ഥലങ്ങളല്ലേ, ഇതൊക്കെ മാറി ഇത് മുഴുവൻ പച്ചപ്പാവും. ഈ ഇലകളൊക്കെ കിളിർത്ത് ശരിക്കും ആ ഒരു ലൈറ്റ് ഗ്രീൻ കളറല്ലേ, ആ ഗ്രീൻ കളർ വന്ന് നമുക്ക് ശരിക്കും ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഉണ്ട് ശരിക്കും റിഫ്രഷ്ഡ് ആവും. രാവിലെ വന്നിട്ട് മോളിൽ ഒന്ന് മെഡിറ്റേറ്റ് മതി, ഉഷാറാണ്. അപ്പൊ എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളിയല്ലേ? നമ്മുടെ രഞ്ജിത്ത് ബ്രോ ആണ് നമ്മുടെ ഈ സ്ഥലം ഇങ്ങനെ കാണിച്ചു തന്നത്. അപ്പോൾ രഞ്ജിത്ത് ബ്രോ താങ്ക് യു. അപ്പോൾ ഇതേപോലത്തെ ഒരു സ്ഥലം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ കാണാൻ പറ്റില്ല. കിടുക്കാച്ച സ്ഥലമാണ്. നിനക്ക് പേടിയുണ്ടോ? ചെറുതായിട്ട്. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇനിയും പാറക്കൂട്ടങ്ങളുണ്ട്. പിന്നെ മഴയൊക്കെ പെയ്യുമ്പോണ്ടല്ലോ ഇവിടെ കംപ്ലീറ്റ് വെള്ളം ഇങ്ങനെ ഒഴുകണതാണ് ഈ പാറയുടെ മേലെ കൂടി. പിന്നെ ഇവിടെ കംപ്ലീറ്റ് പച്ചപ്പായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത കിടിലം വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.